ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബ്ലൗസിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്നതായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആദ്യമായിട്ട് വരുന്നവർ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫസ്റ്റ് പാർട്ടും കൂടി കണ്ടു നോക്കുക. അപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ബ്ലൗസിന്റെ ഉൾസൈഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഉൾസൈഡ് എടുത്ത ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ പറയാൻ എന്ത് ചെയ്യാനായിട്ട്, അതായത് ടക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഉൾസൈഡ് എടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യണേക്കാട്ടിലും മുമ്പ് നമ്മൾക്ക് അളവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉൾസൈഡിൽ നിന്നായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ മെയിൻ പോയിന്റ് ഉണ്ടല്ലോ, മെയിൻ ടക്കിന്റെ, ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് എന്ന് പറയുന്നത്. മെയിൻ ടക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ മെയിൻ ടക്കിന്റെ പോയിന്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേപ്പ് വെച്ച് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. അത്യാവശ്യം വലിക്കണം, എന്നാൽ തീരെ ഓവറായിട്ടും വലിക്കരുത്, വല്ലാണ്ട് ലൂസായിട്ടും വലിക്കരുത്. ആ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ എടുത്തു, ഇവിടെ നിങ്ങൾ എടുത്തു. അപ്പോൾ നമുക്ക് 10 വന്നത് കണ്ടോ. ഈ അളവ് നമുക്ക് കറക്റ്റ് 10 ഈ പോയിന്റിലേക്ക് വന്നത്. അപ്പോൾ നമ്മളിനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് സീം എലമെന്റ്സ് ഇടണം കേട്ടോ. ഇവിടെ മുകളിൽ 1/2 ഇഞ്ച് പിടുത്തം വരില്ല, അതിനാണ് നമ്മൾ അത് ഇടുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ടക്ക് ഉണ്ടല്ലോ, ഈ ഭാഗത്തെ ടക്കിന്റെ അളവാണ് പിന്നത്തെ എടുക്കേണ്ടത്. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിന്റെ ഇവിടെ നിന്നിട്ട് ഇത്തിരി കുറച്ചും കൂടെ നീക്കിയിട്ട് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നീക്കിയിട്ട് 1 ഇഞ്ചിന്റെ വരെ നീക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. 9.5 കഴിഞ്ഞ് ഒരു പോയിന്റ് കൂടി, അപ്പോൾ 9.5 ഒരു നൂലാണ് നമുക്ക് കിട്ടിയ അളവ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതും 1/2 ഇഞ്ച് തന്നെയാണ്. മുകളിലൊരു തയ്യൽ തുമ്പ് പോകുന്നതിന്റെ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ ഒരു മെയിൻ ടക്കാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, മെയിൻ ടക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തൊട്ട് മെയിൻ ടക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഉള്ളിൽ നിന്നും എടുക്കാം, കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് എടുക്കേണ്ട ആ ഒരു തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് മെയിൻ ടക്ക് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുത്ത് നോക്കിയത് കണ്ടോ. ഇവിടുത്തെ കറക്റ്റ് പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് കണ്ടോ. അപ്പോൾ 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തെ ജോയിൻ ചെയ്യാനായിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ 3.25 ഇഞ്ചാണ് നമ്മൾ മെയിൻ ടക്കിന്റെ ഇറക്കമായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ മെയിൻ ടക്കിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും സൈഡിലോട്ട് വരുന്ന ആ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ 1.25 ഇഞ്ച് 1.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 1.25 ഇങ്ങനെ ചെരിച്ച് വെച്ച് നോക്കുക. ജസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 1.25 ഒരു നൂല കഷ, അപ്പോൾ ഒരു 1.5 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടും. 1.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ എടുക്കേണ്ട രീതി പോകണം. അപ്പോൾ 2 ഭാഗത്തേക്ക് മെയിൻ ടക്ക് വരച്ച് 2 സൈഡിലോട്ടും നമ്മൾ 1.5 ഇഞ്ച് വെച്ച് എടുക്കണം. അപ്പോൾ ടോട്ടലി 1.5 ഇഞ്ച് വരുമ്പോൾ 3 ഇഞ്ചാണ് കപ്പിന്റെ പിടുത്തത്തിൽ പോകുന്നത്. മനസ്സിലായുണ്ടോ? അപ്പോൾ 3 ഇഞ്ച് ടോട്ടലി പോകും. സെന്റർ പോയിന്റിൽ നിന്ന് അപ്പുറത്തോട്ട് 1.5 ഇപ്പുറത്തോട്ട് 1.5. അപ്പോൾ 3 ഇഞ്ച് മെയിൻ ടക്കിന്റെ ആ ഒരു ഷേപ്പിനായിട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ച ശേഷം നമ്മൾ ബ്ലൗസിന് നല്ല ഭാഗം ഇങ്ങനെ മുമ്പിലോട്ട് എടുത്ത് വെക്കുക. എങ്ങനെ വെച്ച ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഷോൾഡറിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു അളവിൽ നിന്ന് ഇവിടം വരെ നോക്കാം. അതായത് കഴുത്തിന്റെ ഇറക്കം ഇങ്ങനെ നോക്കാം. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം. 6 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വന്നിട്ടുള്ളത്. ഈ ഒരു അളവല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ കഴുത്തിന്റെ ഇറക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 6 ഇഞ്ച് വന്നിരിക്കുന്ന ഒരു 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ ഒരു പിടുത്തം വരും. അപ്പോൾ 6 ഇഞ്ചിന്റെ ഇറക്കം ബ്ലൗസിന് ഫ്രണ്ടിലേക്ക് വരും എന്ന് നമ്മളിത് മനസ്സിലാക്കാം. ഇത് മെമ്മറിയിൽ ഇരുന്നാൽ മതി. ഇതാ നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഓക്കെ, അതിനുശേഷം ഇവിടം തൊട്ട് ഈ ഫ്രണ്ട് ടക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രണ്ട് ടക്ക് ഇവിടം വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ഒരു പോയിന്റിൽ നിന്ന് കഴുത്തിന്റെ ഹൈറ്റ് വരെയുള്ള ഭാഗത്തിലെ ഇറക്കം, അതായത് ഫ്രണ്ട് ടക്ക് മുതൽ കഴുത്ത് വരെയുള്ള ഇറക്കം എത്രയാണെന്ന് നോക്കി. അപ്പം 3.25 നമുക്ക് ലഭിച്ചത്. 3.25 കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അതായത് 1/4 ഇഞ്ച് കഴുത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടും
1/4 ഇഞ്ച് നമുക്ക് ഇവിടെ ടക്കിൽ ഒരു പിടുത്തം വരികയും ചെയ്യും. ഇവിടെ നിന്ന് കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് 3/4 കിട്ടിയത്. ആ 3/4 കൂടെ ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരും, ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ടോട്ടൽ തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടേണ്ടത്. 3/4 കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 3/4 പ്ലസ് 1/2 ഇഞ്ച് സീം അലവൻസ്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നത്തെ എന്ന് പറയണത് ഇനിയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ടക്ക് മുതൽ ബാൻഡ്, ഇതാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിലാണ് ബാൻഡ് എന്ന് പറയുന്നത് ബ്ലൗസിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാൻഡ് വരെയുള്ള ഇറക്കം അത് നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പം നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നതാണ്, ഇത് 1.5 എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഈ 1.5യുടെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം, അതായത് സീം അലവൻസ് തരണം. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് പോകും, ഇവിടെ ഒരു 1/4 ഇഞ്ച് പോകും. ഓക്കെ, നമ്മൾ ഈ 1/4 ഇഞ്ചിൽ തന്നെ വെച്ച് തയ്ക്കണം കേട്ടോ. ഇവിടേക്ക് 1/4 ഇഞ്ച്, ഇവിടേക്ക് 1/4 ഇഞ്ച്. നമുക്ക് ഈ എടുക്കണ അതേ മെഷർമെന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, സീം അലവൻസ് ആയിട്ട് എടുക്കുന്നത് തന്നെ വെച്ചിട്ട് തന്നെ തയ്ക്കണം. അത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബ്ലൗസിന്റെ അളവുകൾക്ക് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇവിടെ 1.5 പ്ലസ് 1/2, അപ്പോൾ 2 ഇഞ്ചാണ് ഫ്രണ്ട് ടക്ക് മുതൽ ബാൻഡ് വരെയുള്ള അളവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് എടുത്ത് നല്ല വശം എടുക്കുക. ഓക്കെ, നല്ല വശം എടുത്തിട്ട് ഇതിവിടെ ഈ ഒരു കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട്, കൈക്കുഴിയുടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതാ ഈ ബാൻഡ് വരെയുള്ള അളവ് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാ 6 നമുക്ക് വന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് നമ്മൾക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് ടോട്ടൽ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ച്, 1/4 ഇഞ്ച്, 1/2. അപ്പോൾ ഇപ്പോൾ ഈ 1/2 1, അപ്പോൾ 1 ഇഞ്ചാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 6 ഇഞ്ചാണ് നമ്മൾ ഇറക്കായിട്ട്, കൈക്കുഴി മുതൽ ബാൻഡ് വരെയുള്ള അളവ് 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ ഭാഗത്തെ അളവ് കിട്ടി. ഓക്കെ, അതിനുശേഷം ഈ അളവ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് നോക്കി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഇത്ര കാലം ആളുകൾക്ക് തയ്ച്ചു കൊടുത്ത എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത് സ്യൂട്ടായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ ബോഡി ലാംഗ്വേജിലും സ്യൂട്ടാവുന്ന രീതിയിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തുനിന്ന് ഒരു 1.25 ഇഞ്ച് ഹൈറ്റ് അനുസരിച്ച് ഒരു 1.25 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2.5 വരെ. ഓക്കെ, ഹൈറ്റ് അനുസരിച്ച് വേണം ഈ ഒരു കാര്യത്തിൽ എടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് കയറ്റിയിടുക. കറക്റ്റ് ഇപ്പോൾ നമ്മൾ 6 ഇവിടം വരെ എടുത്തു, പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് എടുത്തില്ലേ. അപ്പോൾ 6 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വരും. അപ്പോൾ ഈ 7 ഇഞ്ചിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് നമ്മളൊരു 1.25 ഇഞ്ച് ഇട്ട ശേഷമാണ് ടക്ക് അതുമ്മേ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പുറത്തേക്കും 1/4 ഇഞ്ച് വെച്ചിട്ട് ആ ഒരു സൈഡ് ടക്ക് വരും. ആ ടക്കിനാണ് കൂടുതൽ ഭംഗി വരുന്നത്, ഫിനിഷിങ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു 6 അടി 6.5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് 1.25 പകരം 2.25 2.5 വരെ എടുക്കാം. ഓക്കെ, കറക്റ്റ് സെൻറ്ററിൽ എടുക്കണേക്കാട്ടിലും ഭംഗിയായിട്ട്, കറക്റ്റ് സെൻറ്ററിനേക്കാളിലും ഏതൊരു വ്യക്തിക്കും നമുക്ക് കൂടുതൽ സ്യൂട്ടായിരിക്കുന്നത് ഈ രീതിയിലാണ്. പലരും സെൻറ്ററിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ഭംഗി ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ ഇത്തരം കാര്യങ്ങളാണ്, പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടക്കിൻ്റെ അകലങ്ങൾ തമ്മിലുള്ള സംഭവമാണ്. ആ ടക്കിൻ്റെ അകലത്തെക്കുറിച്ച് നമ്മൾ വേറൊരു ക്ലാസ് എക്സ്ട്രാ തരാം. അപ്പോഴാണ് കൂടുതലായിട്ട് ഭംഗിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ടി വരും ഓരോ വ്യക്തിക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.